ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4th സെമസ്റ്റർ BA കോംപ്ലിമെന്ററി പേപ്പർ ആയിട്ടുള്ള പൊളിറ്റിക്കൽ സയൻസ്, പൊളിറ്റിക്കൽ ഐഡിയാസ്, കൺസെപ്റ്റ് ആൻഡ് ഐഡിയോളജീസ് എന്ന പേപ്പറിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. സെക്ഷൻ എയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് പൊളിറ്റിക്കൽ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത്, രാഷ്ട്രീയമായിട്ടുള്ള അധികാരത്തിനെയാണ് പൊളിറ്റിക്കൽ പവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തത് ഫ്രീഡം, സ്വാതന്ത്ര്യം. മൂന്നാമത്തെ ലെജിറ്റമസി. നാലാമത്തെ ഇൻഡിവിജ്വലിസം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പൊളിറ്റിക്കൽ സിസ്റ്റം. ആറാമത്തെ ഡയറക്റ്റ് ഡെമോക്രസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത്. 7 റെഫറൻഡം. 8 കോർപ്പറേറ്റ് സ്റ്റേറ്റ്. 9 സിവിൽ സൊസൈറ്റി. 10 പൊളിറ്റിക്കൽ ലിബർട്ടി. 11 പബ്ലിക് ഒപ്പീനിയൻ, പൊതുജനാഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത്. 12 അതോറിറ്റി. 13 ക്ലാസിക്കൽ ലിബറലിസം. 14 സർവോദയ. 15 ട്രസ്റ്റിഷിപ്പ്. ഇതിനെ 2 മാർക്കിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ സെക്ഷൻ ബിയിൽ എക്സ്പ്ലെയിൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പൊളിറ്റിക്കൽ സിസ്റ്റം. പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. 17ാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ദ ലിങ്കേജ് ബിറ്റ്വീൻ പവർ, അതോറിറ്റി ആൻഡ് ഇൻഫ്ലുവൻസ്. പവർ, അതോറിറ്റി, ഇൻഫ്ലുവൻസ്, ഇത് മൂന്നും ഇന്റർ റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ്. അപ്പൊ ഇതിന്റെ ലിങ്കേജ് എങ്ങനെയാണ് ലിങ്ക് ചെയ്യുന്നത് അതിനെ പറ്റി എഴുതാനാണ് പറയുന്നത്. 18ാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിവിജ്വലിസം. ഇൻഡിവിജ്വലിസത്തിന്റെ പ്രിൻസിപ്പിൾ എന്തൊക്കെയാണ്. 19ാമത്തെ ക്വസ്റ്റ്യൻ ബ്രിങ് ഔട്ട് ദ ഏജൻസീസ് ഇൻവോൾവ്ഡ് ഇൻ ദ ഫോർമുലേഷൻ ഓഫ് പബ്ലിക് ഒപ്പീനിയൻ. പബ്ലിക് ഒപ്പീനിയന്റെ ഫോർമുലേഷന് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ഏജൻസീസ് ഏതൊക്കെയാണ്. 20ാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ദ റിലേഷൻ ബിറ്റ്വീൻ ലോ ആൻഡ് ലിബർട്ടി. ലോയും ലിബർട്ടിയും തമ്മിലുള്ള റിലേഷൻ എന്തൊക്കെ. 21ാമത്തെ ബ്രിങ് ഔട്ട് ദ സോഴ്സ് ഓഫ് ലോ. ലോന്റെ പ്രധാനപ്പെട്ട സോഴ്സസ് ഏതൊക്കെ. 22 ഗിവൺ ആൻ അക്കൗണ്ട് ഓഫ് ദ ഡയറക്റ്റ് ഡെമോക്രാറ്റിക് ഡിവൈസസ്. ഡയറക്റ്റ് ഡെമോക്രാറ്റിക് ഡിവൈസുമായി ബന്ധപ്പെട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 23ാമത്തെ ക്വസ്റ്റ്യൻ ഫാസിസം ഇസ് എ ആന്റി ഡെമോക്രാറ്റിക് ആൻഡ് ആന്റി ഇൻഡിവിജ്വൽ. ഫാസിസം എന്ന് പറയുന്നത് ആന്റി ഡെമോക്രാറ്റിക് ആണ്, അതുപോലെ ആന്റി ഇൻഡിവിജ്വൽ ആണ്. അതിനെ പറ്റി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സെക്ഷൻ സിയിൽ 4 ക്വസ്റ്റ്യൻ, അതിൽ 2 എഴുതേണ്ടത്. വാട്ട് യു മീൻ ബൈ ലിബറലിസം, എക്സ്പ്ലെയിൻ ദ ബേസിക് ടെനൻസ്. ലിബറലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത്, അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ. 25ാമത്തെ ക്വസ്റ്റ്യൻ ഡിഫൈൻ ഡെമോക്രസി ആൻഡ് ഡിസ്കസ് ദ കണ്ടീഷൻ നെസസറി ഫോർ ദ സക്സസ്ഫുൾ ഫങ്ഷനിങ് ഓഫ് ഡെമോക്രസി. ഡെമോക്രസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത്, അതിന്റെ കണ്ടീഷൻ സക്സസ്ഫുൾ ഫങ്ഷനിങ്ങിന് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കണ്ടീഷൻസ് എന്തൊക്കെയാണ്. 26ാമത്തെ എഡ്യൂക്കേറ്റ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഗാന്ധിസം. ഗാന്ധിസത്തിന്റെ പ്രിൻസിപ്പിളിനെ കുറിച്ച് എഴുതാന്. 27ാമത്തെ ക്വസ്റ്റ്യൻ ഗബ്രിയൽ ഓൾമണ്ടിന്റെ സ്ട്രക്ചറൽ ഫങ്ഷണലിസത്തെ കുറിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത്രയാണ് വരുന്നത്. അപ്പോൾ ഇതിന്റെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസിന്റെ ഒരു വീഡിയോ വേറെ ചെയ്യാം. താങ്ക് യു.